വിശദമായ വാർത്തകളിലേക്ക്. തൊടുപുഴയിൽ രണ്ടാനച്ഛന്റെ ക്രൂരമർദ്ദനത്തിന് ഇരയായ കുട്ടിയുടെ നില അതീവ ഗുരുതരമാണ്. അടുത്ത 48 മണിക്കൂർ നിർണായകം. കുട്ടി ഒരു തരത്തിലും പ്രതികരിക്കുന്നില്ലെന്നും സ്വയം ശ്വാസമെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നും കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കുട്ടിയെ ചികിത്സിക്കുന്ന ഡോക്ടർ ശ്രീകുമാർ പറഞ്ഞു. വളരെ ഗുരുതരാവസ്ഥയിലാണ്. പൂർണ്ണമായും വെന്റിലേറ്റർ സപ്പോർട്ടിലൂടെ കുട്ടിയുടെ ജീവൻ നിലനിർത്തിയിരിക്കുന്നത്. ഇന്നലെയുടെ തലയോട്ടിക്ക് ഫ്രാക്ചറും തലച്ചോറിനുള്ളിൽ രക്തസ്രാവവും ഉണ്ടായിരുന്നു. ആ രക്തസ്രാവം ഇന്നലെ തന്നെ നീക്കം ചെയ്തു. പക്ഷേ ഇന്നത്തെ സ്കാൻ എടുത്തതിൽ നമുക്ക് തലച്ചോറിൻ്റെ രക്തഓട്ടം ഏതാണ്ട് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ട രീതിയിലാണ് കാണുന്നത്. ഇപ്പോൾ രോഗി പൂർണ്ണമായിട്ട് വെന്റിലേറ്റർ സഹായത്തിൽ ആണ് ജീവൻ നിലനിർത്തിയിരിക്കുന്നത്. ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും പരിക്കുണ്ട്. ശ്വാസകോശത്തിൽ എയർ ലീക്ക് ഉണ്ടായിട്ടുണ്ട്. വയറിനുള്ളിൽ എയർ ലീക്ക് ഉണ്ടായിട്ടുണ്ട്. ശരീരമാസകലം ചതവുകളും. യാതൊരു റെസ്പോൺസും കുട്ടിയുടെ കൈകാലിൽ അനക്കുകയോ ബാക്കിയുള്ള റെസ്പോൺസോ ഒന്നുമില്ല. സ്വന്തമായി ശ്വാസം എടുക്കാനുള്ള ശ്രമങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. നമുക്ക് എന്തായാലും 48 മണിക്കൂർ പൂർണ്ണമായിട്ട് വെന്റിലേറ്ററിൽ ഒബ്സർവ് ചെയ്യണം, എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ എന്നറിയാൻ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കൂടുതൽ വെന്റിലേറ്റർ തുടരണോ വേണ്ടതെന്നുള്ള തീരുമാനങ്ങളുണ്ട്. കുട്ടിയെ രണ്ടാനച്ഛൻ മുൻപും ക്രൂരമായി മർദ്ദിച്ചിരുന്നതായി തെളിഞ്ഞു. ഇതേക്കുറിച്ച് അധ്യാപകരോട് പറഞ്ഞതിനുള്ള പ്രതികാരമായാണ് നിലത്തേക്ക് വലിച്ചിഴിച്ചത് എന്നാണ് പോലീസിന്റെ നിഗമനം. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. വിവരങ്ങളുമായി കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഡോക്ടർ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. എന്നാലും ഡോക്ടർമാരുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? നിലവിലെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? ഗോപി, തീർച്ചയായും പ്രതീക്ഷകൾ ഏതാണ്ട് കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കുട്ടിയുടെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള പ്രതികരണം മരുന്നുകളോടോ മറ്റ് കാര്യങ്ങളോടോ ഇല്ല. കൈകാലുകൾ ഒട്ടും ചലിക്കാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. ഇന്നലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സമയം മുതൽ കുട്ടി വെന്റിലേറ്റർ സഹായത്തോടു കൂടിയാണ് ശ്വസനം നടത്തുന്നത്. എന്തായാലും 48 മണിക്കൂർ കൂടി ഇത്തരത്തിൽ നിരീക്ഷണം നടത്താനാണ് ഡോക്ടർമാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനുശേഷം വെന്റിലേറ്റർ മാറ്റുന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ കൈക്കൊള്ളും. അല്പസമയം മുമ്പ് കുട്ടിയുടെ സഹോദരനായ 4 വയസ്സുകാരൻ മെഡിക്കൽ കോളേജിൽ എത്തിയിരുന്നു. കുട്ടിയെ ജ്യേഷ്ഠനെ കാണിക്കാൻ അധികൃതർ അനുവദിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറുവശത്ത് തൊടുപുഴ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ള പ്രതി അരുൺ ആനന്ദിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിരിക്കുന്നെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വധശ്രമം അടക്കമുള്ള നിരവധി വകുപ്പുകളാണ് അരുൺ ആനന്ദിനെതിരെ ചുമത്തിയിരിക്കുന്നത്. കുട്ടിയുടെ മൊഴി രണ്ടാമതും വളരെ വിശദമായി തന്നെ ചൈൽഡ് ലൈൻ പ്രവർത്തകർ രേഖപ്പെടുത്തിയിരുന്നു. ഇതിനുശേഷമാണ് ഔദ്യോഗികമായ അറസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുന്നത്. ഒപ്പം തൊടുപുഴയിൽ നിന്നുള്ളൊരു പോലീസ് സംഘം അല്പസമയത്തിനകം മെഡിക്കൽ കോളേജിലെത്തി അരുൺ ആനന്ദിൻ്റെ ഭാര്യയുടെ അല്ലെങ്കിൽ ഈ കുട്ടികളുടെ അമ്മയുടെ മൊഴി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തും. എന്തായാലും അല്പസമയം മുമ്പ് കുട്ടിയുടെ അമ്മയുമായി നമ്മൾ ആശയവിനിമയം നടത്തിയിരുന്നു. അപ്പോൾ തൊഴി കുട്ടിയെ തൊഴിച്ചു എന്നാണ്, അരുൺ തൊഴിച്ചു എന്നാണ് അമ്മ പറയുന്നത്. ഇത് തടയാൻ ചെന്ന തനിക്കും മർദ്ദനമേറ്റതായി പറയുന്നു. അവരുടെ മുഖത്ത് കണ്ണിന് സമീപമൊക്കെ ചില മർദ്ദനമേറ്റ പാടുകളും ഉണ്ട്. എന്നാൽ ഏത് സാഹചര്യത്തിലാണ് എന്താണ് പ്രകോപനത്തിലേക്ക് നയിച്ചത് എന്ന കാര്യം ഇനിയും വ്യക്തമല്ല. അക്കാര്യത്തെക്കുറിച്ച് അവർ ഇനിയും കാര്യമായി പറയുന്നില്ല. എന്തായാലും അല്പസമയം മുമ്പാണ് 4 വയസ്സുകാരൻ ആശുപത്രിയിൽ ചേട്ടനെ കാണാൻ എത്തിയത്. എന്നാൽ അമ്മ ഈ കുട്ടിയെ എടുക്കാൻ പോയപ്പോഴത്തേക്കും മുഖം തിരിഞ്ഞ് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനും കഴിഞ്ഞത്. ഏത് തരത്തിലുള്ള ചികിത്സകൾ വേണം എന്നതിനെക്കുറിച്ച് ഉന്നതതല സംഘം ഈ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുമായി ആശയവിനിമയം നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റേതെങ്കിലും ആശുപത്രികൾ കൊണ്ടുപോയാൽ രക്ഷപ്പെടാൻ കഴിയുമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിദഗ്ധ ചികിത്സ വേണമോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാർ ഇവരുമായി ആശയവിനിമയം നടത്തുന്നു എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗോപി, പ്രതിയെക്കുറിച്ചും പ്രതി മുമ്പും മർദ്ദിച്ചിരുന്നു കുട്ടിയെ എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. പോലീസ് എന്തൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്? ഇക്കാര്യത്തെക്കുറിച്ച് പോലീസ് വളരെ വിശദമായി അന്വേഷിച്ചു വരികയാണ്. കാരണം കുട്ടികളുടെ അച്ഛൻ ഒരു തൊടുപുഴയിൽ വർക്ക്ഷോപ്പ് നടത്തുന്ന ആളായിരുന്നു. അദ്ദേഹം 10 മാസം മുമ്പാണ് മരിച്ചത്. ഈ മരണത്തിന് ശേഷമാണ് ഈ കുട്ടികളുടെ അച്ഛൻ്റെ ഒരു അർദ്ധ സഹോദരൻ കൂടിയായ പ്രതി ഇവരോടൊപ്പം കൂടിയത്. ഇതിനുശേഷം ഔദ്യോഗികമായി ഇവരുടെ വിവാഹമടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പലപ്പോഴായി പ്രതി കുട്ടികളെ മർദ്ദിച്ചിട്ടുണ്ട് എന്ന് നമുക്കും ചൈൽഡ് ലൈൻ പ്രവർത്തകരിൽ നിന്നും വിവരം ലഭിക്കുന്നു. ഏറ്റവും ഒടുവിൽ തനിക്ക് രണ്ടാനച്ഛൻ്റെ മർദ്ദനമേൽക്കുന്നതായി സ്കൂളിലെ അധ്യാപകരിൽ ചിലരോട് ഈ കുട്ടി വെളിപ്പെടുത്തിയിരുന്നു എന്ന സൂചനകൾ ലഭിക്കുന്നു. എന്നാൽ അധ്യാപകരെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇക്കാര്യം പ്രതി അറിഞ്ഞത് കൂടുതൽ പ്രകോപനത്തിന് ഇടവരുത്തിയെന്ന് മനസ്സിലാക്കുന്നു. പ്രതിയെ കസ്റ്റഡിയിലെടുത്ത പ്രതിയുടെ വാഹനത്തിനുള്ളിൽ നിന്നും ഒരു കോടാലിയും മദ്യക്കുപ്പി അടക്കമുള്ള സാധന സാമഗ്രികളും കണ്ടെത്തിയിട്ടുണ്ട്. മയക്കുമരുന്ന് മാഫിയുമായി പ്രതിക്ക് ബന്ധമുണ്ടെന്നുള്ള ചില സൂചനകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഗോപി. ശരി അനീഷ്. രണ്ടാനച്ഛൻ കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ശക്തമായ നടപടിയെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. കുട്ടിയുടെ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കും. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വളരെ ക്രൂരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്.
കുട്ടികൾക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള ആക്രമണവും വെച്ചു പൊറുപ്പിക്കാൻ സാധിക്കില്ല. ഇതില് വനിതാ ശിശു വികസന വകുപ്പ് ഈ കാര്യത്തിൽ നിരന്തരമായിട്ടുള്ള പ്രചരണ പരിപാടികൾ അവയർനെസ്സിന് വേണ്ടി നടത്താൻ വേണ്ടി തീരുമാനിച്ചത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുന്ന സമയത്ത് അതിലിടപെടുകയും കുറ്റവാളികളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കർശന നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിനോട് പൊതുവെ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള ബാലാവകാശ കമ്മീഷനും അതുപോലുള്ള സംവിധാനങ്ങളും UWCയും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിയമത്തിന്റെ ഏറ്റവും കടുത്ത ശിക്ഷ നൽകാൻ കഴിയുന്ന എല്ലാ നടപടിക്രമങ്ങളും ഈ കേസിലും ഞങ്ങൾ സ്വീകരിക്കും. മർദ്ദനമേറ്റ 7 വയസ്സുകാരന്റെ കുടുംബം തൊടുപുഴയിൽ താമസത്തിനെത്തിയത് ഒരു മാസം മുമ്പാണെന്ന് അയൽവാസികൾ പറഞ്ഞു. നാട്ടുകാരുമായി കുടുംബം ബന്ധം പുലർത്തിയിരുന്നില്ല. 4 വയസ്സുള്ള ഇളയകുട്ടി മണിക്കൂറുകളോളം വീട്ടിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞിരുന്നതായും അയൽവാസി പറയുന്നു. അല്ല, കൊച്ച് തന്നെയായിരുന്നു, ഒറ്റയ്ക്കായിരുന്നു കിടന്നിരുന്നത്. സോഫയിൽ ഫ്രണ്ട് ഹാളിൽ ഡോറ് തുറന്ന് കിടക്കുന്നു. ഹാളിൽ വെറുതെ കിടക്കുക കൊച്ച്. ഞങ്ങൾ കൊച്ചിനെ എടുത്തുകൊണ്ട് പോയിരുന്നു. എല്ലാം തുറന്നു കിടക്കായിരുന്നു. ഒന്നും അറിയില്ല. ഞങ്ങൾ അറിയുന്ന ഇവരെ പറ്റി ഒരു മാസമായുള്ള ഇവിടെ വന്നിട്ട്. അപ്പം ഇവരെ പറ്റി യാതൊരു ഇവർ തിരുവനന്തപുരംകാരാന്നൊക്കെ പറഞ്ഞു. നമ്മൾ കൂടുതലായിട്ട് ഞങ്ങൾ എടുക്കാറില്ല. കടലൊക്കെ പോകുന്നുണ്ട് ഇവരൊക്കെ. പക്ഷേ ആൾക്കാർ ഇവരുടെ കാലൊടിച്ചിരിക്കാൻ പറ്റും. അവനങ്ങനെ പോകുന്നില്ല പുറത്തേക്ക്, ഈ അരുണെന്ന് പറയാൻ. പക്ഷെ അത്ര പന്തിയാവും തോന്നില്ല. അവൻ്റെ ജീവിത രീതിയൊക്കെ കണ്ടപ്പോൾ പന്തിയാവും തോന്നില്ല. അതൊന്നും കേട്ട് അറിയില്ല. കുട്ടികൾ എടുത്ത് കളിക്കാറുണ്ട്. അവരുടെ മുറ്റത്ത് നിന്ന് കളിക്കാറുണ്ട്. കുട്ടികൾ കളിക്കണ കാണാറുണ്ട്. അത്രേ ഉള്ളൂ. പോലീസ് കൺട്രോൾ റൂമിൽ നിന്ന് വിളിക്കുമ്പോൾ ഈ സംഭവം അറിയണേ. ഈ കൊച്ചിങ്ങനെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. കൊച്ചിനെ എടുത്തുകൊണ്ട് വരാമോ, അതിനെ സംരക്ഷിക്കാമോ എന്ന് ചോദിച്ചു. ശരി നോക്കാം. ആദ്യം ഒന്ന് മടിച്ചു നിന്നെങ്കിൽ പോലും രണ്ടാമത് ഞങ്ങൾ ആലോചിച്ചപ്പം കൊണ്ടുവരാൻ സാറിന് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ കൊണ്ടുവരാം, അപ്പോൾ കുഴപ്പമില്ല, ധൈര്യമായിട്ട് നിങ്ങൾ എടുത്തുകൊണ്ട് പോരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ കൊച്ചിനെ എടുക്കാൻ പോയത്. സ്ഥാനാർത്ഥി നിർണയം അനിശ്ചിതമായി വൈകുന്നതിനെ ചൊല്ലി വയനാട് UDFിലും കോൺഗ്രസിലും പൊട്ടിത്തെറി. കോൺഗ്രസിന്റെ 16ാം പട്ടികയിലും വയനാട് ഇടം പിടിച്ചില്ല. രാഹുൽ വരാതിരിക്കാൻ ഡൽഹിയിൽ ചിലർ ശ്രമിക്കുന്നതായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരാൻ പാടില്ല എന്നാഗ്രഹിച്ച ചില രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനത്തെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അവർ ഡൽഹിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകങ്ങൾ, ആ നാടകങ്ങൾ യഥാസമയം ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കാമെന്ന് മാത്രം ഞാനിവിടെ പറയട്ടെ. രാഹുൽ ഗാന്ധി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പറഞ്ഞു ദേശീയ രാഷ്ട്രീയത്തിൻ്റെ സത്ത അദ്ദേഹം നഷ്ടപ്പെടുത്തുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രിക്ക് അത് പറയാനെന്ന ധാർമ്മികമായ അവകാശം. നമ്മുടെ കേരളത്തിലും ജനാധിപത്യ മതേതര ശക്തികളുടെ ഐക്യം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന ആഹ്വാനം കൊടുത്തപ്പോൾ അതിനെ നിരാകരിച്ച വ്യക്തിയാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്ന കാര്യം ഓർക്കണം. പാർട്ടി സെക്രട്ടറിയും ആ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള മുഖ്യമന്ത്രിയാണ് പറയുന്നത് ദേശീയ സത്തയ്ക്കെതിരാണ് എന്ന കാര്യം. അത് അദ്ദേഹം വിശദീകരിക്കണം. എന്താണ് ദേശീയ സത്ത? രാഹുൽ വന്നില്ലെങ്കിൽ വലിയ പ്രതിസന്ധി എന്ന മലപ്പുറം DCC പ്രസിഡന്റ് VV പ്രകാശ് ന്യൂസ് 18നോട് പറഞ്ഞു. രാഹുൽ വന്നില്ലെങ്കിൽ വയനാട്ടിൽ TCക്ക് തന്നെ സ്ഥാനാർത്ഥിയാകണമെന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്ഥാനാർത്ഥിയായി വരാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ പിന്നെ എന്ത് എന്ന ചോദ്യത്തിനുള്ളൊരു ഉത്തരം ഞങ്ങൾ കണ്ടെത്തിയിട്ടില്ല. അത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് പ്രഖ്യാപിക്കേണ്ടത്. അത് ആരുമാകാം. ആരെ പ്രഖ്യാപിച്ചാലും ആ സ്ഥാനാർത്ഥിത്വം ഏറ്റെടുത്തുകൊണ്ട് വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അദ്ദേഹം വയനാട്ടിലേക്ക് വരുന്നില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ളൊരു പ്രചരണം വരുമ്പോഴേ വല്ലാത്തൊരു നിരാശ പാർട്ടി പ്രവർത്തകന്മാർക്കുണ്ടാകും. അത് സ്വാഭാവികമാണ്. മലപ്പുറം ജില്ലയിലെ 3 അസംബ്ലി മണ്ഡലങ്ങൾ UDFിൻ്റെ കൂടെ നിൽക്കുന്ന UDFിന് കരുത്ത് പകരുമെന്ന് പ്രതീക്ഷിക്കുന്ന 3 നിയോജക മണ്ഡലങ്ങൾ വയനാട് പാർലമെൻ്ററി മണ്ഡലത്തിലാണ്. ഏറനാട്, വണ്ടൂർ, നിലമ്പൂർ. ഇവിടങ്ങളിലൊക്കെ തന്നെ പ്രവർത്തകരുടെ വലിയ ഉത്സാഹത്തിലായിരുന്നു രാഹുൽ ഗാന്ധി വരുന്നു എന്ന് കേട്ട ഉടനെ തന്നെ. മാത്രമല്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു വസ്തുത, പാർട്ടി പ്രവർത്തകർ ഇന്നലകളിൽ കണ്ട് പരിചയമില്ലാത്ത ആളുകൾ പോലും ആവേശത്തോടു കൂടി രാഹുൽ ഗാന്ധിക്ക് വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി വരുന്നൊരു കാഴ്ചയുണ്ടായി. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ആവർത്തിച്ച് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കണം, ഉടനെ തന്നെ ഇനി താമസിപ്പിക്കരുത് എന്ന് നിരന്തരമായി നേതൃത്വത്തോട് ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് വയനാട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല, വടകരയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. പല പരിഗണനകളാണ്. ആ പരിഗണനകൾ ലഭിക്കുന്ന പ്രചാരത്തിനനുസരിച്ച് പലരും മുന്നോട്ട് പോകും. അത് സ്വാഭാവികമാണ്. അതിലൊരു തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ ഹൈക്കമാൻഡിൻ്റെ പ്രഖ്യാപനം വന്നതിന് ശേഷം പിന്നെ അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം വന്നെങ്കിലേ മാറ്റം എന്നൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു നെഗറ്റീവൊന്നും വരുന്ന പ്രശ്നം ഉത്ഭവിക്കുന്നില്ല.
മുസ്ലിം ലീഗും കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തി. വിജയസാധ്യതയുള്ള മണ്ഡലത്തിൽ അനിശ്ചിതത്വം ഉണ്ടാക്കിയതിൽ പ്രതിഷേധിച്ച മുതിർന്ന ലീഗ് നേതാക്കൾ കൽപ്പറ്റയിൽ യോഗം ചേരും. അതേസമയം രണ്ടാം മണ്ഡല കാര്യത്തിൽ രാഹുൽ ഗാന്ധി ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങരുതെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടു. കോൺഗ്രസിലെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ്. സഖ്യങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷമാകാം. കേരളത്തിൽ കോൺഗ്രസിന്റെ എതിർപക്ഷത്ത് എന്നും ഇടതു പാർട്ടികളാണെന്നും അവർ പറയുന്നു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ഉണ്ണികൃഷ്ണനും കോഴിക്കോട് നിന്ന് ഷഹീദും ചേരുന്നു. ആദ്യം ഷഹീദിലേക്ക്. ഷഹീദ്, വലിയ അസ്വസ്ഥതകളാണ് സ്വാഭാവികമായും മലപ്പുറം DCC പ്രസിഡന്റ് പറഞ്ഞത്. വലിയ നിരാശയാണ് അണികൾക്കിടയിൽ നിന്നും. എന്താണ് അവിടുത്തെ അവസ്ഥ? മാത്രമല്ല ലീഗ് യോഗവും ചേരുന്നു. ഗോപി, മുസ്ലിം ലീഗ് ഇക്കാര്യത്തിലുള്ള വയനാട്ടിൽ അനിശ്ചിതത്വം തുടരുന്നതിലുള്ള അതൃപ്തി മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്നലെ ചേർന്ന് ഈ കമ്മിറ്റി യോഗത്തിലുള്ള ഭാരവാഹികളും MLA-മാരും ഈ വലിയ വിമർശനവും പരാതിയും ഉന്നയിച്ചിരുന്നു. പ്രധാനമായും അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇടതു സ്ഥാനാർത്ഥി വയനാട്ടിൽ, പ്രത്യേകിച്ചും വയനാട് UDF-ന്റെ ഉറച്ച മണ്ഡലമാണ്. വലിയ ഭൂരിപക്ഷത്തിൽ UDF വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന മണ്ഡലമാണ്. മുസ്ലിം ലീഗിന് വലിയ വോട്ട് ഉള്ള മണ്ഡലം കൂടിയാണ്. ഈ സാഹചര്യത്തിൽ ഇടതു സ്ഥാനാർത്ഥി പ്രചരണവുമായി വലിയ തോതിൽ മുന്നോട്ട് പോകുമ്പോൾ വീടുകളിൽ കയറിയുള്ള പ്രചരണം പോലും നടത്താൻ കഴിയാതെ സ്ഥാനാർത്ഥിയുടെ മുഖം പോലും ഇല്ലാതെ വളരെ നിസ്സംഗമായി അനിശ്ചിതത്വത്തിൽ ഇങ്ങനെ തുടരുന്നത് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാക്കും. വലിയ രീതിയിലുള്ള പ്രതിഷേധവും അമർഷവും ഉണ്ട് എന്നുള്ളൊരു വികാരമാണ് മുസ്ലിം ലീഗ് പങ്കുവച്ചിരിക്കുന്നത്. പ്രവർത്തകർ ഇക്കാര്യത്തിലുള്ള തങ്ങളുടെ വലിയ നിരാശ നേതൃത്വത്തെ നിരന്തരം അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ തുടർന്നാണ് ഇന്ന് ഇപ്പോൾ വയനാട് കൽപ്പറ്റയിൽ വയനാട് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ യോഗം ഉച്ചതിരിഞ്ഞ് ചേരുന്നത്. വലിയ പ്രതിഷേധം ഈ യോഗത്തിൽ ഉയരും. ഈ പ്രതിഷേധം കടുപ്പിച്ച് കോൺഗ്രസ് നേതൃത്വത്തെ തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുക എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ ഈ നീക്കത്തിന് പിന്നിലുള്ളത്. അല്പം മുമ്പ് മുസ്ലിം ലീഗ് വയനാട് ജില്ലാ പ്രസിഡന്റ് PPA കരീം സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് വളരെ നിരാശാജനകമാണ് ഇപ്പോഴത്തെ സാഹചര്യം. വലിയ പ്രതീക്ഷയോടുകൂടി രാഹുലിനെ കാത്തിരുന്നിട്ട് ഈ സമയത്ത് വലിയ നിരാശയോടുകൂടി ഈ സാഹചര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് ഈ അടുത്ത ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ഇനി ബാക്കി നിൽക്കുന്ന സമയത്ത് ഈ ഘട്ടത്തിൽ പോകുന്നത് വലിയ നിരാശയുണ്ടാക്കുന്നതാണ്, ആശങ്കയുണ്ടാക്കുന്നതാണ്. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു വെച്ചൊരു കാര്യം, വയനാട്ട് UDF സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷത്തിൽ വലിയ കുറവുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ സാഹചര്യം കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്ന ഒരു വിമർശനവും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇത് ഈ തരത്തിൽ പരസ്യമായി അദ്ദേഹം പ്രതികരിച്ചത് പ്രവർത്തകർക്കുള്ളിൽ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകർക്കുള്ളിൽ വലിയ അമർഷവും പ്രതിഷേധവും പുകയുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ്. ഏതായാലും ഈ സാഹചര്യം വിലയിരുത്താൻ വേണ്ടിയാണ് ഇന്ന് കൽപ്പറ്റയിൽ യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. കടുത്ത പ്രതിഷേധം അറിയിച്ച് കോൺഗ്രസ് നേതൃത്വത്തെ എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥി ആരായാലും, ഇപ്പോൾ രാഹുൽ വരുന്നില്ല എങ്കിൽ കൂടി പകരം സ്ഥാനാർത്ഥിയെ അടിയന്തരമായി നിശ്ചയിച്ച് ഏതു സ്ഥാനാർത്ഥിയായാലും തങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ സ്ഥാനാർത്ഥിത്വം പെട്ടെന്ന് പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. അല്ലെങ്കിൽ വലിയ, പ്രത്യേകിച്ചും മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ ഈ സ്ഥിതി തുടരാൻ തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു പ്രതിഷേധവും അമർഷവും അറിയിക്കുക എന്നുള്ളത് തന്നെയാണ് മുസ്ലിം ലീഗ് ഇത്തരമൊരു യോഗത്തിലേക്ക്, ഇന്നലെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്നു, ഇന്ന് ജില്ലാ കമ്മിറ്റി യോഗം ചേർന്ന് പരസ്യമായ ചില പ്രതികരണങ്ങളിലേക്ക് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ UDF ക്യാമ്പ് മൊത്തത്തിലും വലിയ നിരാശയിലാണ്. കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ തങ്ങളുടെ നീരസം നിരന്തരം അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകരും ഇപ്പോൾ മലപ്പുറം DCC പ്രസിഡന്റ് VV പ്രകാശ് സൂചിപ്പിച്ചതും അതാണ്. രാഹുൽ വരാതിരിക്കുന്ന സാഹചര്യത്തിലുള്ള നിരാശ കോൺഗ്രസ് പ്രവർത്തകരിലുമുണ്ട്. ഏതായാലും വലിയ ഉറച്ച മണ്ഡലമാണെന്ന് കോൺഗ്രസ് തന്നെ വിലയിരുത്തിയ, UDF തന്നെ വിലയിരുത്തിയ, എതിരാളികൾ പോലും വിലയിരുത്തിയ വയനാട് ഇപ്പോൾ ഈ സാഹചര്യത്തിലേക്ക് എത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. ഇതിൽ ഒപ്പം തന്നെ മുസ്ലിം ലീഗ് ഉന്നയിക്കുന്ന വിമർശനം, ചില കോൺഗ്രസ് നേതാക്കന്മാരുടെ അപക്വമായ ചില നിലപാട് കൂടി ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു എന്നുള്ള വിമർശനം കൂടി മുസ്ലിം ലീഗിനുള്ളിലുണ്ട്. അവർ പരസ്യമായി പ്രകടിപ്പിച്ചില്ലെങ്കിൽ കൂടി അങ്ങനെ ഒരു വിമർശനം വലിയ തോതിൽ മുസ്ലിം ലീഗിനുള്ളിൽ പുകയുന്നുണ്ട്. ഏതായാലും വയനാട് ഈ ഒരു അസ്വസ്ഥമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നതിൽ മുസ്ലിം ലീഗ് കടുത്ത നിരാശയിലും പ്രതിഷേധത്തിലുമാണ്. അവർ പരസ്യമായ പ്രകടനങ്ങളിലേക്ക് ഇന്നത്തെ ജില്ലാ കമ്മിറ്റി യോഗത്തിന് ശേഷം പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗോപി. ശരി ഷഹീദ്. മലപ്പുറത്തെ UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടിയും പൊന്നാനിയിലെ സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീറും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ഇരുവരും മലപ്പുറം ജില്ലാ കലക്ടർ അമിത് മീണയ്ക്ക് മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. മലപ്പുറത്ത് മികച്ച വിജയം നേടുമെന്നും വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിലെ ആഭ്യന്തര കാര്യമാണെന്നും പത്രിക സമർപ്പിച്ച ശേഷം കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഭൂരിപക്ഷം കൂടും, ഒരു സംശയമില്ല. ഭൂരിപക്ഷം കൂടുന്ന എല്ലാ ലക്ഷണവും നിയോജക മണ്ഡലത്തിലുണ്ട്. UDF ഒരു വൻ മുന്നേറ്റമാണ് കാണുന്നത്. വയനാട് ഇപ്പം നല്ല പ്രചരണം നടക്കുന്നുണ്ട്. വയനാട് സ്ഥാനാർത്ഥി
വന്നിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ UDFന്റെ നല്ല പ്രചരണം നടക്കുന്നത്, ചിട്ടായ പ്രവർത്തനം നടക്കുന്നുണ്ട്. കർഷകരുടെ വായ്പകൾക്കുള്ള മൊറട്ടോറിയം കാലാവധി ദീർഘിപ്പിക്കാൻ അനുമതി തേടിയുള്ള ഫയൽ മടക്കിയ സംഭവത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് സർക്കാർ വിശദീകരണം നൽകി. ദുരിതത്തിലായ കർഷകരെ സഹായിക്കാനാണ് മന്ത്രിസഭ തീരുമാനമെടുത്തതെന്ന് മറുപടിയിൽ പറയുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുമ്പാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തതെന്നും സർക്കാർ അറിയിച്ചു. ഇന്നലെ രാത്രിയാണ് സർക്കാർ മറുപടി നൽകിയത്. വെന്തുരുകി കേരളം. സംസ്ഥാനത്ത് കഠിനമായ ചൂട് തുടരും. സൂര്യതാപ മുന്നറിയിപ്പ് മറ്റന്നാൾ വരെ നീട്ടി. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള ജില്ലകളിൽ ഇനിയും ചൂട് 3 ഡിഗ്രി വരെ ഉയരും എന്ന മുന്നറിയിപ്പുണ്ട്. കുടിവെള്ളക്ഷാമം രൂക്ഷമായ സ്ഥലങ്ങളിൽ വെള്ളം എത്തിച്ചു തുടങ്ങി. ഇന്നലെ സംസ്ഥാനത്ത് 120 പേർക്ക് സൂര്യതാപമേറ്റു. ദിനംപ്രതി ചൂട് കൂടുന്നതോടെ സംസ്ഥാനത്ത് എയർ കണ്ടീഷനുകളുടെ വിൽപ്പന വർദ്ധിച്ചു. ഇതോടെ തവണ വ്യവസ്ഥകളുമായി വായ്പാ സൗകര്യങ്ങൾ ഒരുക്കി വ്യാപാരികൾ സജീവമാണ്. ചൂട് കൂടുന്നതോടെ വലിയ വിൽപ്പനയാണ് AC-യുടെ വിപണിയിലുണ്ടാകുന്നത്. കഴിഞ്ഞ തവണ മധ്യവേനലിൽ മഴ ലഭിച്ചതുകൊണ്ട് വിൽപ്പനയിൽ കുറവുണ്ടായിരുന്നു. എന്നാൽ ഇക്കുറി മഴ ഒഴിഞ്ഞതും ചൂട് പ്രവചനാതീതമായി ഉയരുന്നതും AC-യുടെ വിൽപ്പനയും വർദ്ധിപ്പിക്കുകയാണ്. സീസണിന്റെ തുടക്കത്തിൽ തന്നെ മികച്ച വിൽപ്പന ലഭിച്ചതായി വ്യാപാരികൾ പറയുന്നു. ആഡംബരമായി കണ്ടിരുന്ന AC ഇപ്പോൾ ഒരു അവശ്യ വസ്തുവായി പല വീടുകളിലും എത്തിക്കഴിഞ്ഞു. ഇത്തവണ ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതിന് മുകളിലുള്ള ഒരു സെയിലാണ് വരുന്നത്. കാരണം ചൂട് നന്നായിട്ട് കൂടി ആൾക്കാർക്ക് പറ്റുന്നില്ല മാനേജ് ചെയ്യാനായിട്ട് വിത്തൗട്ട് AC. അപ്പം ഇത്രയും ഫാസ്റ്റായിട്ട് ഇത്രയും ബൾക്കായിട്ട് എനിക്കൊന്നതിന് മുമ്പ് 2016 ഈ സെയിൽ വന്നത്. അപ്പോൾ അതൊരു വലിയ ചലഞ്ചാണ് ഇവിടെ. ഇപ്പോൾ ഞങ്ങളൊക്കെ 24 hours ഗോഡൗൺസ് വർക്കിംഗ് ആണ്. എക്സിക്യൂഷനും ഈ ഫിറ്റിംഗ് അത് ഒത്തിരി ടൈം എടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ ഫാസ്റ്റായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 1 ടൺ ഇൻവെർട്ടർ AC-ക്കാണ് ആവശ്യക്കാർ കൂടുതലും. മാസത്തവണയിൽ വായ്പ അനുവദിക്കുന്നതും ഓഫറുകളും വിൽപ്പന ഉയർത്തുന്നതിന് സഹായകരമായിട്ടുണ്ട്. 3 ലക്ഷം AC യൂണിറ്റുകളുടെ വിൽപ്പനയാണ് 3 മാസം കൊണ്ട് സംസ്ഥാനത്ത് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. മലപ്പുറം തിരുനാവായ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം പാഴാവുന്നു. പ്രദേശത്തെ കുടിവെള്ള വിതരണം മുടങ്ങിയിട്ടും നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. 2 മാസമായി പ്രദേശത്തെ പൈപ്പ് പൊട്ടിയിട്ട് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് തെരുവിലേക്ക് ഒഴുകുന്നത്. തിരുനാവായ ത്വരിത ഗ്രാമീണ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈനാണ് പൊട്ടിയത്. ഇതോടെ പ്രദേശത്ത് കുടിവെള്ള വിതരണവും മുടങ്ങി. 2 മാസം കഴിഞ്ഞിട്ടും നടപടിയെടുക്കാത്തതിനാൽ പ്രദേശവാസികൾ പ്രതിഷേധത്തിലാണ്. റെയിൽവേ പാലത്തിനടിയിലൂടെ പോകുന്ന പൈപ്പ് ലൈൻ ആയതിനാൽ നന്നാക്കാൻ റെയിൽവേയുടെ അനുമതി കൂടി വേണം. ഇത് 2 മാസത്തോളമായി തിരുനാവായ കുടിവെള്ള പദ്ധതിൻ്റെ പൈപ്പ് ലൈന് റെയിൽവേൻ്റെ ഭാഗത്ത് പൊട്ടിയിട്ട് വെള്ളം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 10ഓളം പഞ്ചായത്തുകൾക്ക് കുടിവെള്ളം എത്തിക്കേണ്ട ഒരു പദ്ധതിയാണ്. ഏകദേശം ഒരു 1 ലക്ഷം ലിറ്ററിൻ്റെ അടുത്ത് മേലെ വെള്ളം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിരവധി പരാതികളാണ് ഇതിനോടകം അധികൃതർക്ക് നൽകിയത്. പരിസ്ഥിതി സംഘടനയായ റീഎക്കോയുടെ നേതൃത്വത്തിൽ ജനങ്ങളെ പങ്കെടുപ്പിച്ച ജലദിനത്തിൽ സമരവും നടന്നിരുന്നു. 9 ഹെക്ടർ ഭൂമിയിൽ ഇന്ന് വർഷക്കാലത്തെ പോലെ വെള്ളം നിൽക്കുകയാണ്. വാട്ടർ അതോറിറ്റി അധികൃതർ ഇവിടെ വരികയും ഒരു JCB കൊണ്ടുവന്ന് കുറച്ച് മാന്തി എടുത്ത ശേഷം ഇത് റെയിൽവേ ഭൂമിയിലാണെന്ന് പറഞ്ഞ് തിരിച്ചു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ലക്ഷക്കണക്കിന് വെള്ളം ഇവിടെ നിന്ന് ദിനം പ്രതി നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ കടുത്ത വേനൽ ഈ വെള്ളം അധികൃതരുടെ അനാവസ്ഥയാണ് ഇതിന് കാരണം. കുറ്റിപ്പുറം, ആദവനാട്, മാറാക്കര പഞ്ചായത്തുകളിലും കഴിഞ്ഞ 3 ദിവസമായി കുടിവെള്ളം മുടങ്ങിയിരിക്കുകയാണ്. ന്യൂസ് 18 തിരൂർ. സംസ്ഥാനത്ത് 2 വാഹന അപകടങ്ങളിൽ 4 മരണം. മലപ്പുറം എടവണ്ണ മുണ്ടേങ്ങരയിൽ ബസ്സും ജീപ്പും കൂട്ടിയിടിച്ച് ജീപ്പ് യാത്രക്കാരായ 2 പേർ മരിച്ചു. അരീക്കോട് ഇരിമാടത്ത് വീട്ടിൽ മെഹറൂഫ്, യാസ്മോൾ എന്നിവരാണ് മരിച്ചത്. 10 പേർക്ക് പരിക്കേറ്റു. രാവിലെ വയനാട് പാൽച്ചുരത്തിൽ ഓട്ടോറിക്ഷ മറിഞ്ഞുണ്ടായ അപകടത്തിലും 2 പേർ മരിച്ചു. ഡ്രൈവർ രമേശ് ബാബുവും ഓട്ടോറിക്ഷയിലെ യാത്രക്കാരി ശാന്തയുമാണ് മരിച്ചത്. 6 പേർക്ക് പരിക്കേറ്റു. ഓച്ചിറയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടി പീഡനത്തിന് ഇരയായി എന്ന വൈദ്യപരിശോധനാ റിപ്പോർട്ട്. കേസിലെ പ്രതി മുഹമ്മദ് റോഷനെതിരെ ലൈംഗിക പീഡനത്തിന് കേസെടുക്കും. റോഷനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പുൽവാമ ഭീകരാക്രമണത്തിൽ പാക് ഭീകര സംഘടനകളുടെ പങ്ക് തെളിയിക്കാൻ ഇന്ത്യ നൽകിയ തെളിവുകൾ പാകിസ്ഥാൻ തള്ളി. ഇന്ത്യയുടെ കണ്ടെത്തലുകൾ ശരിയല്ലെന്ന് പാക് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. നിരാശാജനകമായ പ്രതികരണം എന്നാണ് ഇന്ത്യയുടെ മറുപടി. ഇന്ത്യ ചൂണ്ടിക്കാട്ടിയ 22 പ്രദേശങ്ങളിൽ പരിശോധന നടത്തിയെന്നും തീവ്രവാദി ക്യാമ്പുകൾ കണ്ടെത്താനായില്ലെന്നും പാകിസ്ഥാൻ പറയുന്നു. തെളിവുകൾ നൽകിയാൽ അന്വേഷിക്കാമെന്ന് പാകിസ്ഥാൻ ആവർത്തിച്ചു പറഞ്ഞപ്പോഴാണ്
ഇന്ത്യ തെളിവുകൾ കൈമാറിയത്. ഇന്ത്യ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 54 പേരെ ചോദ്യം ചെയ്തതായി ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ പാക് വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചു. ഇന്ത്യ അഭ്യർത്ഥിച്ചാൽ സംശയമുള്ള പ്രദേശങ്ങളിൽ സന്ദർശനം നടത്താൻ അനുവദിക്കാമെന്ന വാഗ്ദാനവും പാകിസ്ഥാൻ നൽകുന്നു. കൂടുതൽ തെളിവ് നൽകിയാൽ ഏത് അന്വേഷണത്തോടും സഹകരിക്കാമെന്നും പാക് വിദേശകാര്യ മന്ത്രാലയം പറയുന്നു. തെളിവുകൾ പാകിസ്ഥാൻ തള്ളിയത് നിർഭാഗ്യകരമാണെന്ന് ഇന്ത്യ പ്രതികരിച്ചു. ഭീകരർക്കെതിരെ നടപടിയെടുക്കുമെന്ന് പാകിസ്ഥാൻ നൽകിയ ഉറപ്പ് പാലിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 1ാം ഘട്ടം പൂർത്തിയാക്കാൻ അധിക സമയം അനുവദിക്കണമെന്ന ആവശ്യവുമായി അദാനി ഗ്രൂപ്പ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് അദാനി പോർട്ട് സിഇഒ കരൺ അദാനിയാണ് ആവശ്യമുന്നയിച്ചത്. ആവശ്യത്തിന് പാറ ലഭിക്കാത്തതാണ് നിർമ്മാണം നീളാനുള്ള മുഖ്യ കാരണമായി അദാനി ഗ്രൂപ്പ് പറയുന്നത്. പുലിമുട്ട് നിർമ്മാണത്തിന് ആവശ്യത്തിന് പാറ ലഭ്യമല്ലെന്നതും ഓഖി മൂലമുണ്ടായ തടസ്സങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് അധിക സമയം വേണമെന്ന ആവശ്യം അദാനി പോർട്സ് ഉന്നയിച്ചത്. ഓഖിയിൽ ഡ്രഡ്ജറും പുലിമുട്ടുകളും തകർന്നിരുന്നു. പാറയ്ക്കായി നിരവധി ക്വാറികൾ കണ്ടെത്തിയെങ്കിലും ഖനനാനുമതി ലഭിക്കാത്തതും തടസ്സമായി. ആവശ്യത്തിന് പാറ ലഭ്യമാക്കാൻ സർക്കാരിന്റെ സഹായവും അദാനി ഗ്രൂപ്പ് തേടി. കരാർ അനുസരിച്ച് ഈ വർഷം ഡിസംബർ 4-ന് തുറമുഖത്തിന്റെ 1ാം ഘട്ടം പൂർത്തിയാക്കണം. നിർമ്മാണം നിശ്ചിത സമയത്തിനുള്ളിൽ തീർക്കാനായില്ലെങ്കിൽ ഓരോ ദിവസവും അദാനി ഗ്രൂപ്പ് 12 ലക്ഷം രൂപ വീതം കേരള സർക്കാരിന് പിഴ നൽകണം. പിഴ ഒഴിവാക്കാനായി കരാറിൽ ഭേദഗതി വരുത്തണമെന്ന ആവശ്യമാണ് കരൺ അദാനി മുഖ്യമന്ത്രിയെ കണ്ട് ഉന്നയിച്ചത്. അടുത്ത വർഷം ഒക്ടോബറിൽ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും അദാനി ഗ്രൂപ്പ് ഉറപ്പു നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.